ഏറെ ദുരൂഹതകളും സംശയവും ജനിപ്പിക്കുന്നതാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിന്റെ തിരോധാനം. വിവാഹത്തിന് 4 ദിവസം മുൻപ് കാണാതായ യുവാവിനെ ഒടുവിൽ ഊട്ടിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രി ഊട്ടി കുനൂരിന് സമീപം മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത്. മണിക്കൂറുകൾക്കുള്ളിൽ വിഷ്ണുവിനെ മലപ്പുറം പോലീസ് ഊട്ടിക്ക് സമീപത്തു നിന്നും കണ്ടെത്തി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നിശ്ചയിച്ച വിവാഹം പോലും മുടക്കി ഇയാൾ നാടുവിട്ടത്. ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയ വിഷ്ണുജിത്തിനെ പോലീസ് രാത്രിയോടെ നാട്ടിലെത്തിച്ചു. 6 ദിവസത്തോളം നീണ്ട ആശങ്കയ്ക്ക് വിരാമമായെങ്കിലും ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഈ മാസം 4-നാണ് വിഷ്ണുജിത്ത് പാലക്കാട്ടേക്ക് പോയത്. 8-ാം തീയതിയായിരുന്നു വിഷ്ണുവിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. പോകുമ്പോൾ 1 ലക്ഷത്തിലധികം രൂപയും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. വിവാഹാവശ്യത്തിന് പണം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു യുവാവ് പാലക്കാടിന് പോയത്. സുഹൃത്തിൽ നിന്നും പണം വാങ്ങിയ ശേഷമാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. വിവരമൊന്നും ലഭിക്കാതായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഇതിനിടെ 4-ാം തീയതി വിഷ്ണുജിത്ത് പാലക്കാട് KSRTC ബസ് ടെർമിനലിൽ വന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലക്കാടും കഞ്ചിക്കോടും കോയമ്പത്തൂരും എല്ലാം അന്വേഷിച്ചുവെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. വിവാഹം നടക്കേണ്ടിയിരുന്ന 8-ാം തീയതിയും വിവരമൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ എല്ലാവരും ആശങ്കയിലായി. തുടർന്ന് 9-ാം തീയതി രാത്രി ഊട്ടി കൂനൂരിനടുത്ത് എവിടെയോ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത്. മണിക്കൂറുകൾക്കുള്ളിൽ വിഷ്ണുവിനെ മലപ്പുറം പോലീസ് ഊട്ടിക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തി. സാമ്പത്തിക പ്രശ്നങ്ങളാണ് വിഷ്ണുജിത്ത് നാട്ടിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. വിഷ്ണുവിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് വീട്ടുകാരും പ്രതികരിച്ചു. അവന് സാമ്പത്തികമായിട്ട് എന്ന് പറഞ്ഞാല് അവന് ജോലി ചെയ്ത ക്യാഷ് അല്ലാതെ അവന് സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവന്റെ പെങ്ങള് അവന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താലിമാല അവൻ വാങ്ങാന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിലേക്ക് നോക്കാതിരുന്നത്. അത് അവൻ ചെയ്യാന്ന് പറഞ്ഞതിനുള്ള ക്യാഷ് അവന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞു. ഇല്ല എന്നുള്ള വിവരം നമുക്കറിയായിരുന്നെങ്കിൽ നമ്മള് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യായിരുന്നു. കല്യാണത്തിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയായിരുന്നു. അതിപ്പോ എല്ലാവർക്കും ഉള്ള പോലെ കല്യാണത്തിന്റെ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ക്യാഷ് അവന്റെ കയ്യിലുണ്ട് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് നമ്മളടുത്ത്. പോലീസ് കാര്യക്ഷമമായി കേസ് അന്വേഷിച്ചതുകൊണ്ടാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞതെന്നും കുടുംബം പ്രതികരിച്ചു. ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കേരള പോലീസിന്റെ കൈകളിലാണ്, ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് SP സാറ് അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം.